ദേശീയതയുടെ ഉത്കണ്ഠ. എന്താണ് ഭാരതീയത? സോഷ്യൽ സയൻസ്. ശശി തരൂർ. വിവർത്തനം കെ വി തെൽഹത്ത്. ശബ്ദം നൽകുന്നത് പി കെ വിനോദ്. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ ആൻഡ് DC ബുക്സ് 2021. എ DC ബുക്സ് പ്രൊഡക്ഷൻ. ഭാഗം 1. ദേശീയതയുടെ ആശയം. സമരപോരാട്ടങ്ങളുടെ ഇന്ത്യയിലാണ് ഞാൻ വളർന്നുവന്നത്. ദേശീയത ഒരു നല്ല കാര്യമാണ്. ദേശീയ പ്രസ്ഥാനങ്ങൾ വീരോചിതവും. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു തുടങ്ങി അസാധാരണ സിദ്ധികളുള്ള മഹത്തായ വ്യക്തിത്വങ്ങളാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ദേശീയ സമരങ്ങൾ നയിച്ചിരുന്നത്. ഇന്ത്യൻ ദേശീയതയുടെ ചരിത്രപരമായ പാരമ്പര്യം ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കത്തക്കതുമാണ്. എന്റെ സ്വന്തം ദേശീയത ഞാൻ അവതാരികയിൽ വ്യക്തമാക്കിയ പോലെ ഇന്ത്യക്കാരായ മാതാപിതാക്കളിൽ ജനിച്ചതുകൊണ്ടും ബ്രിട്ടീഷ് രാജിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും ഉയർന്നുവന്ന കോളനി അനന്തര ഇന്ത്യയോട് വിശ്വാസ്യത പുലർത്തുന്ന ബോധപൂർവമായ പ്രവർത്തനങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ സ്വന്തമെന്ന തോന്നലിൽ നിന്നും ഉടലെടുത്തതാണ്. ഞാൻ വീട്ടിൽ നിന്നും ഉൾക്കൊണ്ടതും വിദ്യാലയത്തിൽ നിന്നും ആർജിച്ചതുമായ അംഗീകാരം, വൈജാത്യത്തിന്റെ സ്വീകാര്യത, വൈവിധ്യത്തിന്റെ ആഘോഷം, സർവ്വമതങ്ങളോടുമുള്ള ബഹുമാനം, സമത്വം, സാഹോദര്യം, ദരിദ്രരോടുള്ള കരുതൽ തുടങ്ങിയ മൂല്യങ്ങളെല്ലാം ദേശീയ പ്രസ്ഥാനത്തിന്റെ കൂടി മൂല്യങ്ങളായിരുന്നു. സ്വാതന്ത്ര്യസമരമെന്ന പേരിലാണ് അതെല്ലാം നാം അറിയപ്പെടുന്നത്. ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് എന്താണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് സ്കൂളിലോ കോളേജിലോ വെച്ച് ആരെങ്കിലും ചോദിക്കുമായിരുന്നെങ്കിൽ ഇതെല്ലാമാണ് പ്രകടമായും എനിക്ക് വ്യക്തമാക്കാനാവുമായിരുന്ന ഘടകങ്ങൾ. പക്ഷേ ദേശീയതയെക്കുറിച്ച് പ്രത്യയശാസ്ത്രപരമായ മത്സരങ്ങളൊന്നും എന്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നില്ല. നിലവിലുള്ള ധാർമ്മികതയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായാണ് അത് കണക്കാക്കിയിരുന്നത്. 2 നൂറ്റാണ്ടോളം നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ചതിൽ അഭിമാനിക്കുകയും സ്കൂളിലെ കൊടിമരത്തിൽ പാറിക്കളിക്കുന്ന ത്രിവർണ്ണ പതാകയുടെ പവിത്രതയിൽ ആവേശം കൊള്ളുകയും ചെയ്തിരുന്ന ദേശീയവാദികളായിരുന്നു നാമെല്ലാം. കോളനിവാസികൾ ദാനം നൽകിയ ഭാഷയിൽ ഈ ദേശീയ വിജയത്തെക്കുറിച്ച് നാം സംസാരിച്ചിരുന്നത് സ്കൂൾ കുട്ടികളെ അനാവശ്യമായി ബുദ്ധിമുട്ടിച്ചായിരുന്നില്ല. ഭരണകൂടം ഈ ദേശീയതയെ ഉൾക്കൊള്ളുകയും അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. ഇന്ത്യൻ ദേശീയതയെ പ്രതീകവൽക്കരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ് ഇത് നിർമ്മിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തതെങ്കിലും സർക്കാരിനോട് വിയോജിക്കാനും എതിർക്കാനുമുള്ള അവകാശം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സുപ്രധാന ഘടകമാണെന്ന് അത് അംഗീകരിക്കുകയും കോൺഗ്രസുകാരെപ്പോലെ തന്നെ അതിന്റെ വിമർശകരെയും ദേശീയവാദികളായി കണക്കാക്കുകയും ചെയ്തു. എന്നാൽ ദേശീയതയെക്കുറിച്ചുള്ള സങ്കല്പത്തെ പൂർണ്ണമായി മനസ്സിലാക്കുകയും വിലമതിക്കുകയും ചെയ്യണമെങ്കിൽ ചോദ്യം ചെയ്യലും കൂടുതൽ വിശകലനവും ആവശ്യമാണെന്ന് ഞാൻ മുതിരുകയും കൂടുതൽ വായിക്കുകയും ചെയ്തപ്പോൾ മാത്രമാണ് എനിക്ക് ബോധ്യമാവുന്നത്. ദേശീയതയെക്കുറിച്ചുള്ള ചരിത്രത്തിലേക്കും സാഹിത്യത്തിലേക്കും പ്രവേശിക്കാനും ഇന്നത്തെ ആഗോള സംഭവങ്ങളുമായി ബന്ധിപ്പിക്കാനുമുള്ള ഒരു ശ്രമമാണ് ഈ ഭാഗത്തിലുള്ള അധ്യായങ്ങളെല്ലാം. ദേശീയതയുടെയും ദേശീയ രാഷ്ട്രീയത്തിന്റെയും ആശയങ്ങൾ പാശ്ചാത്യ നാടുകളിലാണ് ആവിർഭവിച്ചത് എന്നതിനാലും ആഗോള വ്യാപാരത്തിലൂടെയും കോളനിവൽക്കരണത്തിലൂടെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവരത് സമഗ്രമായ രീതിയിലല്ല കയറ്റി അയച്ചത് എന്നതിനാലും എന്റെ സൈദ്ധാന്തിക പരിജ്ഞാനങ്ങളിൽ മിക്കതും പാശ്ചാത്യമാണ്. ഈ പുസ്തകത്തിന്റെ മുക്കാൽ ഭാഗവും ഈ ആശയങ്ങളെ ഇന്ത്യയുമായി ബന്ധപ്പെടുത്തുന്നതാണെങ്കിലും പാശ്ചാത്യ നാടുകളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ആശയങ്ങളോ ചട്ടക്കൂടുകളോ പൗരസ്ത്യ നാടുകളിൽ അടിച്ചേൽപ്പിക്കുകയാണെന്ന് തോന്നുന്നതിന്റെ അപകടത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എങ്കിലും ദേശീയത പ്രാപ്തമാക്കുന്ന വിവിധ രീതികൾ പരിശോധിക്കുമ്പോൾ വ്യാപകമായി മനസ്സിലാക്കാവുന്ന പദങ്ങൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണെന്നു തന്നെ ഞാൻ കരുതുന്നു. അതിനാൽ ഈ വിഭാഗത്തിൽ ലോകമെമ്പാടുമുള്ള ദേശീയ പ്രതിഭാസത്തിന്റെ സിദ്ധാന്തവും പ്രയോഗവുമാണ് പരിശോധിക്കുന്നത്. സ്വന്തം ദേശീയതയുടെ പുതിയ പതിപ്പിനെ സേവിക്കാനായി മടങ്ങിയെത്തിയതിനാൽ ഇന്ത്യൻ അനുഭവങ്ങളുമായി അടുത്ത അധ്യായങ്ങളിൽ ഞാനിതിനെ ബന്ധിപ്പിക്കുന്നതാണ്. 1. ദേശീയതയുടെ ആവിർഭാവം. ചുരുക്കം ചില ആശയങ്ങൾ ദേശീയതയുടെ അത്ര തന്നെ സമൂലമായ പരിവർത്തനങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. 1844 ഇംഗ്ലീഷിലുള്ള ആ പദം പോലും പൊതുവായി ഉപയോഗിച്ചു തുടങ്ങിയത്. എന്നിരുന്നാലും
Sample complete. Ready to continue?